വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വൈഷൂസ് ട്രിപ്ലെറ്റ്സ്. അപ്പം നമ്മൾ ഇന്ന് മക്കളെല്ലാം കൂടെ കൂട്ടിയിട്ട് ഇന്ന് ഔട്ടിങ്ങിന് പോവാണ്. മുന്നേ ഹായ് പറഞ്ഞിട്ട് അമ്മമ്മയുണ്ട്, മക്കൾ 3 ആളുണ്ട്, അച്ചാച്ചനും ഉണ്ട്. അച്ചാച്ചൻ്റെ കടയിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി കയറിയിട്ടാണ് ഉള്ളത്. ഹായ് പറഞ്ഞേ, ഹായ് പറഞ്ഞേ, ഹായ് പറ, ഹായ് കുഞ്ഞിന് ഹായ് പറഞ്ഞേ, ഹായ് ഒരു ഫ്ലൈങ് കിസ് കൊടുത്തേ. അയ്യോ നമ്മളിതാ അങ്ങനെ കണ്ണൂരെത്തി. എല്ലാവരും വിചാരിക്കുന്നുണ്ടോ ഞങ്ങൾ എങ്ങനെയാണ് ഈ കുട്ടികളെ കൊണ്ട് പോകുന്നതെന്ന്. അപ്പോൾ ഇതാ അമ്മ 2 പേരെ പിടിച്ചിട്ടുണ്ട്, ഞാൻ ഒരാളെ പിടിച്ചിട്ടുണ്ട്, അച്ഛൻ ഡ്രൈവ് ചെയ്യുന്നു. ഇങ്ങനെയായിട്ടാണ് നമ്മൾ പോകുന്നത്. എവിടെ പോയാലും ഞങ്ങളിപ്പോൾ ഇങ്ങനെയാണ് പോകാറ്. നല്ല വെയിലുണ്ട്. അപ്പോൾ ഇതാ കുഞ്ഞു സുമ്പം കുടിച്ചോണ്ടിരിക്കുക കേട്ടോ. നമ്മൾ കയറിയ സമയം മുതൽ ഇവർ 9 ചോദിച്ചോണ്ടിരിക്കുകയാണ്. മോന് മുമ്പ് കുടിച്ചിട്ട് കുപ്പി തന്നു. അപ്പോൾ എൻ്റെ കുഞ്ഞുവിൻ്റെ മാത്രം മുമ്പ് കൂടി കഴിഞ്ഞിട്ടില്ലേ. പൊന്നു എന്തെങ്കിലും പറഞ്ഞാട്ടെ. ഈ വെയിൽ നല്ല വെയിലുണ്ട്, പുറത്ത് നല്ല വെയിലടിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഒരു സമയം ഒരു 4 മണി ആവുന്നതേ ഉള്ളൂ. അമ്മമ്മ എന്തെങ്കിലും പറയുമ്പോ പാവി, എന്നെ പാവി എന്നാട്ടോ വിളിക്കല്. പാറു, എന്നെ വീട്ടിൽ വിളിക്കാൻ പാറു എന്നാണ്. അപ്പൊ പാറുവിന് പകരം ഇപ്പൊ പാവി എന്നാണ് എൻ്റെ പിള്ളേർ വിളിക്കുന്നത്. അമ്മേന്ന് ഇടയ്ക്കേ വിളിക്കുള്ളൂ, അല്ലാത്ത സമയത്തെല്ലാം പാവീനെ വിളിക്കും. അപ്പോൾ നമ്മള് ഇവിടെ പയ്യമ്പലത്ത് അടുത്തെത്താനായി. അപ്പോൾ എൻ്റെ ഒരു കസിൻ്റെ ഫ്ലാറ്റ് ഉണ്ട് ഇവിടെ. അപ്പോൾ അവിടെ കയറിയിട്ട് ഇവിടെ ബീച്ചിലേക്ക് പോവാം. ഇതിന് ശേഷം ഞാൻ വോയിസ് ഓവറാണ് കേട്ടോ കൊടുക്കുന്നത്. കാരണം എനിക്ക് ക്യാമറ നോക്കി സംസാരിക്കാനും ഒക്കെ ഒരു ചമ്മലുണ്ട് പുറത്തിറങ്ങിയിട്ട്, അതുകൊണ്ട്. അപ്പോൾ അതാ ഏച്ചിയുടെ 2 മക്കളും ആദ്യം ആമിയും 2 പേരും വന്ന് നമ്മളെ കൂട്ടാൻ വേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ നേരെ ഫ്ലാറ്റിലെത്തി കഴിഞ്ഞപാടെ എൻ്റെ മുത്തുമണികൾക്ക് ഇഷ്ടം പോലെ പാവ കളിക്കാൻ വേണ്ടി കിട്ടി. ഏച്ചിമാർ 3 പേരും ചുറ്റും ഇരുന്നിട്ട് മക്കളെ കളിപ്പിക്കുന്നുണ്ടായിരുന്നു. അവിടെ എത്തിയതേ അവർ വീടങ്ങ് കയ്യേറി. ശരിക്കും പറഞ്ഞാൽ എല്ലാ മുറിയിലും അവർ കയറി നിരങ്ങി എല്ലാ സാധനങ്ങളും എടുത്തു. ഏച്ചി നല്ല ഡെക്കറേറ്റ് ചെയ്ത് നല്ല അടിപൊളിയാക്കി ആയിട്ട് വെച്ചേക്കുന്ന ഫ്ലാറ്റായിരുന്നു. അവരത് എടുക്കാത്ത സാധനങ്ങളൊന്നുമില്ല. ഞാൻ അച്ഛനോട് പറയലായിരുന്നു, ചാക്കൊക്കെ എടുക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം എടുത്തിട്ട് പോവാന്ന്. അതേപടിയാണ് അവരെല്ലാം പെറുക്കിക്കൊണ്ടിരുന്നത്. എനിക്കാണെങ്കിൽ പണ്ട് മുതലേ ഇവിടെ വന്നു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടം ഏച്ചി അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്ന എല്ലാം കാണാൻ വേണ്ടിയിട്ട്. പക്ഷേ ആ അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്ന സാധനങ്ങൾ ഒറ്റ ദിവസം കൊണ്ട് വന്നിട്ട് അവർ എല്ലാം ചെക്ക് ചെയ്യുകയും ചെയ്തു, എല്ലാം എടുത്ത് അങ്ങും ഇങ്ങും ഡിസോർഡറാക്കി വെക്കുകയും ചെയ്തു. നിങ്ങൾക്ക് ഞങ്ങളിവിടെ എത്തിയെന്ന് മനസ്സിലായല്ലോ അല്ലേ. ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ ഫാമിലിയിൽ ഒരു ട്രിപ്ലെറ്റ്സും കൂടി ഉണ്ട്. അതെൻ്റെ ഏച്ചിയുടെ മക്കളാണ്. അവർ 3 പേരുടെയും ഉള്ള വീട്ടിലേക്കാണ് നമ്മളിപ്പോൾ വന്നിട്ടുള്ളത്. അപ്പോൾ ട്രിപ്ലെറ്റ്സിനെ 2 ട്രിപ്ലെറ്റ്സ് ജോഡികളെയും കാണിക്കാൻ വേണ്ടിയിട്ടാണ്, ഒന്നിച്ച് തീർക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. കണ്ടോ എന്ത് രസമായിട്ടാണ് ഏച്ചി എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നതെന്ന്. അതാണ് എനിക്കിവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവമാണ്. ഉള്ള ചെറിയ സ്പേസ് ആണെങ്കിൽ ചെറിയ സ്പേസിൽ ഏച്ചി ഓരോന്നും അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, കാണാൻ നല്ല ഇഷ്ടമാണ്. പിന്നെ അവിടെ ഇരിക്കാനും നമുക്ക് നല്ലൊരു അറ്റ്മോസ്ഫിയറാണ്, നല്ല കാമായിട്ടിരിക്കാം. എൻ്റെ കുറുമ്പന്മാർക്കാണെങ്കിൽ ആ വീട് എക്സ്പ്ലോർ ചെയ്തിട്ട് മതിയാവുന്നില്ലായിരുന്നു. അതിൻ്റെ ഇടയിലും കയ്യിൽ ഓരോ ബിസ്ക്കറ്റും കൊണ്ടാണ് നടക്കുന്നത്, ഇടയ്ക്കിടയ്ക്ക് കഴിക്കുന്നുണ്ട്. ഇത് ഫ്ലാറ്റിൽ നിന്നുള്ള ബാൽക്കണി വ്യൂ ആണ് കേട്ടോ. നല്ല രസമില്ലേ കാണാൻ വേണ്ടിയിട്ട്. നല്ല കാറ്റാണ് ഇവിടെ, അതാണ് ഇതിൻ്റെ സ്പെഷ്യാലിറ്റി. അവിടെ ഇരിക്കുമ്പോഴുള്ള സ്പെഷ്യാലിറ്റി ആണ്, നല്ല കാറ്റാണ്, നല്ല സുഖമായിട്ടിരിക്കാം. നമ്മൾ ആ സമയത്ത് ചായ കുടിക്കാൻ വേണ്ടി ഇരിക്കുമ്പോഴും എൻ്റെ കുടുംബന്മാർ ഇതിലൂടെ വല്ലതും കൈ കിട്ടുമോ എന്നുള്ള രീതിയിൽ നടക്കുന്നുണ്ട്. അവസാനം കയറി 2 പേരും ഡൈനിങ് ടേബിളിൻ്റെ മേലെ കയറി. എന്നിട്ട് അവിടെ ഇരിക്കുന്ന പെബിൾസും പിന്നെ അവിടെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബോട്ടിലും എല്ലാം എടുക്കുകയായിരുന്നു അവരുടെ പരിപാടി. അതിനിടയ്ക്ക് എൻ്റെ മോനൂസ് ടാറ്റ പോകാൻ ഇറങ്ങും. മോന് മാത്രമല്ല കേട്ടോ, കുഞ്ഞനും ഉണ്ട്, എല്ലാവരും ഉണ്ട്. അവർക്ക് ടാറ്റ പോകാന്ന് പറഞ്ഞാൽ അവർ എവിടെയും ചാടി ഇറങ്ങും. അപ്പം നമ്മളിപ്പോൾ പോകുന്നത് റൂഫ് ടോപ്പിലേക്കാണ്. അവിടുന്ന് നോക്കുമ്പോൾ പയ്യാമ്പലം ബീച്ച് കാണാം. കാണുന്നത് കേട്ടോ പയ്യാമ്പലം ബീച്ച്. അവിടെ ചെറുതായിട്ട് കാണുന്ന എല്ലാ മനുഷ്യന്മാരാണ്. അപ്പോൾ നമ്മളവിടെ തിരക്കുണ്ടോയെന്നും കൂടെ നോക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. പക്ഷേ ഇവിടെ മേലെ നിൽക്കാനും ഒരു പ്രത്യേക സുഖമാണ് കേട്ടോ. കാരണം നല്ല കാറ്റാണ്. നമുക്കവിടെ നിൽക്കാൻ അധികം സമയം പോകുന്നൊന്നും അറിയത്തില്ല. കുറച്ച് സംസാരിച്ച് നിന്നാലും സമയം പോകുന്നൊന്നും അറിയത്തില്ല. അപ്പം ഞങ്ങളെല്ലാവരും അങ്ങോട്ട് നോക്കി നിൽക്കുകയാണ്. സൺസെറ്റിൻ്റെ ടൈമായി വരുന്നുണ്ട്. അപ്പോൾ അതും കാണാൻ നല്ല രസമുണ്ട്, നിങ്ങൾക്ക് കാണാൻ തോന്നുന്നു. അപ്പം ഞങ്ങൾ എത്തിയത് സൺഡേ ആണ് കേട്ടോ. ഞങ്ങൾ സൺഡേ ആണ് പോയേക്കുന്നത്. സൺഡേ തിരക്കായി വരുന്നതേ ഉള്ളൂ. സൺഡേ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടാവുമല്ലോ ബീച്ചിൽ. അപ്പോൾ തിരക്കായി വരുന്നതേ ഉള്ളൂ ഇപ്പോൾ അവിടെ. നമ്മളെ മുത്തുമണികളെ കാണാൻ വേണ്ടി ഒരു ട്വിൻസ് വന്നിട്ടുണ്ട് കേട്ടോ, ഇഷിക്കി ഇഷാനിയും. അങ്ങനെ 2 ജോഡി ട്രിപ്ലെറ്റ്സും ഒരു ട്വിൻസും എല്ലാം കൂടി ആയിക്കഴിഞ്ഞപ്പോൾ അവിടെ നല്ല അടിപൊളിയായി. എല്ലാവരും കളിയും ചിരിയും. അത് പിന്നെ കുട്ടികളുടെ ലോകമാണ്. നമുക്കത് കണ്ടിരിക്കുമ്പോൾ നമുക്ക് നല്ല സന്തോഷമാണ്. അവർ നല്ലോണം എൻജോയ് ചെയ്തു. എൻ്റെ മക്കളാണെങ്കിൽ ശരി, അവർ നല്ലോണം എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവരെ 5 പേരെ കൂടെ കൂടിയിട്ടും
അവർക്ക് എന്നതല്ല, അവർക്ക് തിരിച്ചു വരാനൊരു മനസ്സുണ്ടായിരുന്നില്ല, ഈ കുട്ടികൾക്ക് തിരിച്ചു വിടാനും ഒരു മനസ്സുണ്ടായിരുന്നില്ല. അത്രയ്ക്ക് നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുഞ്ഞു കുഞ്ഞായി 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 കുഞ്ഞു 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 കുഞ്ഞായി ഇപ്പം നിങ്ങൾ കണ്ടത് നമ്മൾ ഈ ട്വിൻസിനെയും ട്രിപ്ലെറ്റ്സിനെയും എല്ലാവരെയും കൂടി ഇരുത്തിയിട്ട് നമ്മളൊരു ഫോട്ടോ എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഏച്ചിമാർ രണ്ടുപേരും അവർക്ക് പാട്ട് പാടി കൊടുത്തു. അങ്ങനെയെങ്കിലും അവർ മര്യാദയ്ക്ക് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ ബാക്കി എല്ലാവരും വിളിച്ച് അവരെ കൊണ്ട് ഫോട്ടോ എടുപ്പിക്കാൻ നോക്കുമായിരുന്നു. അതിൻ്റെ കുഞ്ഞിൻ്റെ ബീച്ചിലേക്ക് പോകാൻ വേണ്ടി പോയിന്ന്. അപ്പം താഴെ ഇനി ഫ്ലാറ്റിൽ എത്തിയിട്ട് ബാഗ് എടുത്തിട്ട് വേണം ബീച്ചിലേക്ക് പോകാൻ. ബീച്ചിൽ അത്യാവശ്യം തിരക്കായി വരുന്നുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ ലിഫ്റ്റിൽ കയറി താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നിമിഷ ചേച്ചിയുടെ ഹരീഷ് ചേട്ടനോടും യാത്ര പറഞ്ഞിട്ട് നമ്മളിവിടെ നിന്ന് ഇറങ്ങുകയാണ്. മക്കളെല്ലാം നമ്മുടെ കൂടെ വരുന്നുണ്ട്. നമ്മൾ താഴെ എത്തുന്നവരെ അവർ കൂടെ വരുന്നുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ എല്ലാവർക്കും ബായ് പറഞ്ഞ് ഞങ്ങൾ തിരിച്ച് കാറിനടുത്തേക്ക് പോയി. നമ്മുടെ ഇഷ്ടയും ഷനിയും കൂടി ഉണ്ട് കേട്ടോ നമ്മൾ യാത്രയാക്കാൻ വേണ്ടി വരുന്നത്. മോനൂസിനെ കണ്ട 2 ഏച്ചിമാരുടെയും കൈ പിടിച്ചിട്ടാണ് മോനൂസ് നടക്കുന്നത്. അതിനതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. കുഞ്ഞൂസ് സ്ഥിരം അമ്മമ്മയുടെ കയ്യിൽ തന്നെ, അമ്മമ്മയുടെ കയ്യിലിരുന്ന് പോകാനാണ് എൻ്റെ കുഞ്ഞൂസിന് ഏറ്റവും ഇഷ്ടം കേട്ടോ. കാരണം എൻ്റെ മോനുവിൻ്റെ സങ്കടം കണ്ടോ, എല്ലാവരോടും ബൈ പറഞ്ഞ് പോകാൻ വേണ്ടിയിട്ട് എൻ്റെ മോന് ഭയങ്കര സങ്കടമാണ്. അപ്പം അവരോട് എല്ലാവരോടും യാത്ര പറഞ്ഞിട്ട് നമ്മളിതാ ബീച്ചിലേക്ക് പോയിന്ന്. അതുവഴി തന്നെ നടന്നു പോവായിരുന്നു. അച്ഛൻ പൊന്നൂസിനെയും കൊണ്ട് മുന്നിൽ നടക്കുന്നുണ്ട്. അപ്പോൾ അവിടുന്ന് ആകെ അത്ര ദൂരം നടക്കാനുള്ളൂ ബീച്ചിലേക്ക്. അതുകൊണ്ടാണ് ഞങ്ങൾ വണ്ടി എടുക്കാഞ്ഞത്. ഈ ഒരു ബ്രിഡ്ജ് ക്രോസ് ചെയ്താൽ ബീച്ചെത്തി. ഞങ്ങൾ പയ്യാമ്പലം ബീച്ചിലേക്ക് കയറുമ്പോൾ തന്നെ കുറച്ച് നായ്ക്കളുണ്ടായിരുന്നു കേട്ടോ അവിടെ. ഞങ്ങളെ പേടിച്ചിട്ടാണ് പോയത്. എന്തായാലും കുട്ടികളൊക്കെ ഉള്ളതല്ലേ. കുറേ നാളായി നമ്മൾ വിചാരിക്കുന്നു പിള്ളേരെയും കൂട്ടിയിട്ടൊന്ന് ബീച്ച് കാണിക്കാൻ വേണ്ടി വരണമെന്ന്. എപ്പോഴും വിചാരിക്കും ഓരോ പിന്നെ അതാ പ്ലാനങ്ങ് നമ്മൾ വേണ്ടാന്ന് വെക്കുക. എന്നെങ്കിൽ ആർക്കെങ്കിലും സൂലുണ്ടാവും അങ്ങനെയൊക്കെ. ഇപ്പം നമ്മൾ വരുമ്പോഴും പൊന്നൂസിന് ചെറിയ തണുപ്പൊക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ അധിക സമയം നിൽക്കേണ്ട, ജസ്റ്റ് ഒന്ന് കാണിക്കും അപ്പം തന്നെ തിരിച്ചു പോകാന്നുള്ളൊരു പ്ലാനിങ്ങിലാണ് വന്നിട്ടുള്ളത്. എന്തായാലും വന്നതല്ലേ, അപ്പോൾ കാണിക്കാൻ ഞങ്ങൾ എത്തുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല തിരക്കായി. മോന് താഴോട്ട് നോക്ക്. മോനൂസിനെയും കുഞ്ഞൂസിനെയും ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കാല് നനച്ചു കേട്ടോ കടലിൽ ഇറക്കിയിട്ട്. പിന്നെ പൊന്നൂസിനെ ഇല്ല, പൊന്നൂസിന് എന്തോ ഇത്രയും മുമ്പ് കൊണ്ടിട്ടായിരിക്കും അവന് കാല് ഇറങ്ങാൻ വേണ്ടി കുറച്ച് പേടിയുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ അപ്പോൾ തന്നെ തിരിച്ചു പോയി. ഇന്ന് അധികം നേരം നിൽക്കുന്നില്ല ഇവിടെ. തണുത്ത കാറ്റ് വീശുന്നുണ്ട്. ഈ കാണുന്നതൊക്കെ മൺമറിഞ്ഞു പോയ മഹാരഥന്മാരുടെ സ്മാരകങ്ങളാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പയ്യാമ്പലം ബീച്ചിലേക്ക് കയറുമ്പോൾ റൈറ്റ് സൈഡിലാണ് ഇതിൽ കാണുന്നത്. ഒരുപാട് പേരുണ്ട്, രാഷ്ട്രീയക്കാരായിക്കോട്ടെ എഴുത്തുകാരായിക്കോട്ടെ ഒരുപാട് പേരുടെ സ്മാരകങ്ങളുണ്ട്. രാത്രി ആയതുകൊണ്ട് എനിക്ക് കുറച്ചധികം ഉള്ളോട്ട് പോയിട്ട് എടുക്കാൻ വേണ്ടി കഴിയുന്നുണ്ടായിരുന്നില്ല വീട്. ഞങ്ങളിതെല്ലാം കണ്ടിട്ട് തിരിച്ചു പോവാണ്. അപ്പം നിങ്ങൾ കാണുന്ന ഫോൺ പിടിച്ചിരിക്കുന്ന എൻ്റെ നിഴല കേട്ടോ. എൻ്റെ വീഡിയോ ആരും പിടിച്ചു തരാനില്ലാത്തതുകൊണ്ട്, ഞങ്ങൾ 3 പേരല്ലേ ഉള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോ ആരും പിടിച്ചു തരാനില്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ എൻ്റെ നിഴൽ വെച്ച് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാണ് കേട്ടോ. അപ്പം നമ്മളിതാ തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞങ്ങൾ ആദ്യമേ ഇങ്ങനെ ചുറ്റി പോകണ്ടല്ലോ വിചാരിച്ചിട്ട് പയ്യാമ്പലം ബീച്ച് പാർക്കിലൂടെ കയറി പോകാമെന്നാണ് വിചാരിച്ചത്. അതാകുമ്പോൾ നേരെ ക്രോസ് ചെയ്താൽ മതിയല്ലോ. പക്ഷെ അവർ പറഞ്ഞു അകത്ത് കയറി ക്രോസ് ചെയ്യുകയാണെങ്കിൽ പോലും അവർ എൻട്രി ടിക്കറ്റ് എടുക്കണമെന്ന്. അപ്പം ജസ്റ്റ് ക്രോസ് ചെയ്യാൻ വേണ്ടി എന്തിനാണ് എൻട്രി ടിക്കറ്റ് എടുക്കുന്നത്? അതുകൊണ്ട് ഞങ്ങൾ തിരിച്ച് റോഡിലൂടെ തന്നെ നടക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ തിരിച്ച് കാറിലെത്തി. ചെറിയ ലൈറ്റിൽ ഞങ്ങളെ കണ്ടൂടെ. അപ്പോൾ നമ്മൾ തിരിച്ചു പോവുകയാണ്. അപ്പോൾ നമ്മൾ പോകുമ്പോൾ തന്നെ ഒരുപാട് വണ്ടികൾ വരുന്നുണ്ടായിരുന്നു. ബീച്ചിലേക്കായിരുന്നു എല്ലാവരും വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത്ര രാത്രിയായിട്ടും ആൾക്കാർ ഒരുപാട് വരുന്നുണ്ട് കേട്ടോ. പ്രത്യേകിച്ച് തിരക്കായത് സൺഡേ അല്ലേ, അപ്പോൾ എല്ലാവർക്കും ലീവുള്ള ദിവസമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇത്ര തിരക്ക്. അല്ലെങ്കിലും തിരക്കുണ്ട്, പയ്യാമ്പലം ബീച്ചിൽ അല്ലെങ്കിലും തിരക്കുണ്ട്. പക്ഷേ സൺഡേസിൽ കുറച്ചധികം ഉണ്ട് എന്ന് മാത്രം. എനിക്ക് ഏറ്റവും ഇഷ്ടം നൈറ്റിൽ ട്രാവൽ ചെയ്യാനാണ് കേട്ടോ. ഒന്നാമത് നല്ല സുഖമാണ് നൈറ്റിൽ ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ ലൈറ്റൊക്കെ വെച്ച് ഷോപ്പുകളെല്ലാം ലൈറ്റൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്തൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഏറ്റവും രസം രാത്രിയിലാണ്. അപ്പോഴാണ് നല്ല ക്ലിയർ ആയിട്ട് കാണും. അപ്പോൾ എനിക്കതെല്ലാം കാണാൻ ഇഷ്ടമാണ് കേട്ടോ.
അപ്പോൾ ഞാൻ സീതാപ്പാനിയിലും കസറോസയിലും പിന്നെ രാത്രിയിലേക്കുള്ള കുറച്ച് ഫുഡ് വാങ്ങാൻ വേണ്ടി വന്ന് നിൽക്കുകയാണ്. സീതാപ്പാനിയിലെ പൊറോട്ട ഞാൻ പണ്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല ടേസ്റ്റ് തോന്നി. അതുകൊണ്ടാണ് ഇവിടുന്ന് വാങ്ങാമെന്ന് വിചാരിച്ചത്. നോക്കുമ്പോൾ അവിടെ കറി ഉണ്ടായിട്ടില്ല. എന്നിട്ട് പിന്നെ കസറോസയിൽ പോകേണ്ടി വന്നു കറി വാങ്ങാൻ വേണ്ടിയിട്ട്. അത് ഞങ്ങൾ പെട്രോളും ഒന്ന് അടിച്ചു. അത് നേരെ തിരിച്ച് പോവാണ്. കണ്ടോ, പെട്രോൾ പമ്പിലുള്ള വെളിച്ചത്തിൽ ഞങ്ങളെ കാണുന്നില്ല എല്ലാവരും. കുഞ്ഞൂസ് അപ്പോഴത്തേക്ക് ഉറങ്ങി. കണ്ടോ, ഇത്രയും നേരം കളിച്ചില്ലേ, എൻ്റെ ക്ഷീണമുണ്ടവന്. അപ്പോൾ ഞങ്ങൾ വീട്ടിലെത്തി. ഇനി വേഗം ഫുഡും കഴിച്ച് ഉറങ്ങണം. അപ്പോൾ പൊന്നൂസ് നല്ല ഗുഡ് ബോയ് ആയിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടാ. ഞാൻ വീഡിയോ പക്ഷേ 2-3 പ്രാവശ്യം പിടിക്കേണ്ടി വന്നു. വീഡിയോ പിടിക്കുന്നുണ്ടെങ്കിൽ അവൻ നിന്ന് തരുന്നില്ലായിരുന്നു. അവനെ ഒന്ന് നെബിലൈസ് ചെയ്യാന്ന്. നമ്മൾ ഇത്രയും കാറ്റെല്ലാം അടിച്ചിട്ട് വന്നതല്ലോ, അവന് ജലദോഷം ഉണ്ടല്ലോ. അപ്പോൾ ഒന്ന് നെബിലൈസ് ചെയ്യിച്ചിട്ട് ഭക്ഷണവും കൊടുത്തിട്ട് കിടന്ന് ഉറക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഞാനിപ്പോൾ ഒരു 3-4 ടേക്ക് എടുത്ത് കഴിഞ്ഞു. പൊന്നൂസ് ഗുഡ് ബോയ് ആണെന്ന് പറഞ്ഞിട്ട് അവൻ നിന്ന് തരുന്നില്ല. ഞങ്ങൾ ഉറങ്ങാൻ കിടന്നു കേട്ടാ. എൻ്റെ പൊന്നു കിടക്കുന്നുണ്ട്, എൻ്റെ കുഞ്ഞു എൻ്റെ കാലിൽ കിടക്കുന്നുണ്ട്. എൻ്റെ നിറത്തിൽ കാലിൽ കിടന്നുറങ്ങാൻ കുഞ്ഞിന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മളെല്ലാം ഉറങ്ങാൻ വേണ്ടി പോയിനെ. മോനു ഒരു ഹായ് പറഞ്ഞേ, ബായ് ബായ്. ഞാൻ മുന്നേ കണ്ടില്ല. ടാറ്റ. ഒരു ഫ്ലൈങ് കിസ് കൊടു, മോനുൻ്റെ ഒരു ഫ്ലൈങ് കിസ് കൊടുത്തേ, ടാറ്റയുള്ളൂ. കുഞ്ഞുണ്ടാവല്ലോ, കുഞ്ഞൊരു ഫ്ലൈങ് കിസ് കൊടുക്കൂലേ? കുഞ്ഞു ഉറക്കത്തിൻ്റെ കൂടെ. ഞാൻ ഡ്രസ്സൊന്നും മാറിയിട്ടില്ല. നമ്മൾ വന്ന വഴിയാണ്. എല്ലാവർക്കും നല്ല ബഹളമാണ്. അവർക്കെല്ലാവർക്കും നല്ല ഉറക്കം വന്നുപോയി. അപ്പോൾ അവരെ ഒന്ന് കിടത്തട്ടെ. അവർ കിടന്നു കഴിഞ്ഞ് ഒന്നും കൂടെ കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ അവരുടെ ഡ്രസ്സൊക്കെ മാറ്റി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇനി എന്തായാലും ഒരു അരമണിക്കൂറിൻ്റെ അവരൊന്നും കൂടെ എണീക്കും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവരുടെ ഡ്രസ്സൊക്കെ മാറ്റി നമുക്ക് കിടത്താം. അപ്പോൾ വേഗം ഉറങ്ങിക്കോട്ടെ. ഉറക്കക്ഷീണമാണ്. അവർക്ക് ഉറക്കം വന്നാൽ പിന്നെ ഒന്നും ഒരു രക്ഷയില്ല. അവരെ പിടിച്ചാൽ കിട്ടൂല. കാണുമ്പോൾ നിങ്ങൾ ഉറങ്ങിയെന്ന് വിചാരിക്കണ്ട കേട്ടോ. അരമണിക്കൂറുണ്ട് അവർ എണീറ്റു. ഡ്രസ്സൊക്കെ മാറ്റി എല്ലാം കഴിഞ്ഞിട്ടാണ് അവർ കിടന്നത്. അപ്പോഴത്തേക്കും ഞങ്ങളത് കഴിഞ്ഞിട്ട് ഫുഡ് കഴിച്ചു. ഫുഡ് ഞാൻ അന്ന് സീതാപ്പാനിന്ന് കഴിച്ച പോലെ അല്ലായിരുന്നു കേട്ടോ. ഇപ്രാവശ്യത്തെ ഫുഡ് എനിക്ക് പൊറോട്ട അത്ര ഇഷ്ടമായിട്ടില്ല. നല്ല കട്ട് ചെയ്യുന്ന കറി നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിച്ചു. ഞങ്ങൾ ഡ്രസ്സെല്ലാം മാറി കിടന്നുറങ്ങി. അടിപൊളിയായിരുന്നു അന്നത്തെ ദിവസം. ഉറങ്ങിക്കഴിഞ്ഞിട്ട് അവർ രണ്ടാമത് എണീറ്റ് ഉറങ്ങിക്കഴിഞ്ഞ് നല്ലോണം ഉറങ്ങി കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വരുന്നു. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവർ ബായ്. എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റും ചെയ്യണം. താങ്ക്